ഹായ് ഹലോ, ഞാൻ മൃന്മയ്. അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ സ്കൂൾ ലൈഫ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഈ 5 വയസ്സുള്ള കുട്ടിക്ക് എന്താ ഇത്ര വിശേഷങ്ങളെന്ന്. വിശേഷങ്ങൾ മാത്രമല്ല, വിഷമങ്ങളേ ഉള്ളൂ. ആദ്യമായിട്ട് എന്നെ അച്ഛൻ അമ്മ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ഓഫീസിലെ മാമിന് അച്ഛൻ എന്തൊക്കെ എഴുതി കൊടുക്കുന്ന ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ കൊടുത്തിട്ട് പോവാനാണ്. അപ്പം അമ്മ പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിലാണ് കേട്ടോ. അപ്പം മാം വിചാരിച്ചാണ് അപ്പം ഈ കുട്ടിക്കും ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, മലയാളം ഒട്ടും അറിയില്ലാന്ന്. അപ്പം മാം എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? അപ്പം ഞാൻ പറഞ്ഞു മൈ നെയിം ഇസ് മൃന്മയ് എ മൃദുൽ. മാമിന് എൻ്റെ പേര് മനസ്സിലായാലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് മാം ഓക്കെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് മാം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഒരേ ഒരു ഉത്തരം പറഞ്ഞു, യാ യാ യാ. അപ്പം മാമിന് കാര്യം വേണ്ടിയിട്ട് അപ്പം ഈ കുട്ടി എഴുത്താൻ മലയാളിയാണ്. ആദ്യമൊക്കെ എനിക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയായിരുന്നു. അവൻ മൊബൈൽ കമ്മിനെക്കാട്ടി അൺലിമിറ്റഡ് ഓഫേഴ്സൊക്കെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. സ്കൂളിൽ പാർക്കുണ്ട്, ടോയ് ഉണ്ട്, കറങ്ങുന്ന സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടോന്നേ. അവിടെ പോകുമ്പോൾ മാമിൻ്റെ കസേര മാത്രമേ കറങ്ങുന്നുണ്ടുള്ളൂ, പിന്നെ ഫാനും. അങ്ങനെ കറങ്ങി 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 ഉച്ചയായപ്പം എൻ്റെ തലയും കറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബമ്പർ ചിരിയിൽ സെലക്ഷൻ കിട്ടുന്നത്. ബമ്പർ ചിരി പങ്കെടുത്തപ്പോട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അവിടെ പോയി പറയാലോ. അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴാണ് മാം ഞങ്ങളോട് ചോദിക്കുന്നത് ഇന്നലെ തന്ന ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തോന്ന്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ബമ്പർ ചിരി ആയിരുന്നു. ഞാൻ എന്നേറ്റെന്ന് പറഞ്ഞു യെസ് മാം എഴുതിയിട്ടുണ്ട്, 2 കൗണ്ടർ എഴുതിയിട്ടുണ്ട്. അപ്പം മാം എന്നെ തല്ലാൻ വന്നു. അപ്പോഴത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ഫാൻസ് എല്ലാം ഓടി വന്നു. സപ്പോർട്ട് ചെയ്ത ഫാൻസ് ആണെങ്കിലും എൻ്റെ സ്നാക്സ് ഞാൻ കഴിച്ചു തീർത്തു. അവരിതൊരു ശീലമാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഫാൻസിനെ എല്ലാം പിടിച്ചുവിട്ടു. എന്നിട്ട് മാം വീണ്ടും എക്സാം ഇടാൻ വന്നു. എന്നിട്ട് മാം പറഞ്ഞു മൃന്മയ് സ്റ്റാൻഡപ്പ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഐസ്ക്രീം സാൻഡപ്പ് അങ്ങ് ഓടി വന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഐസ്ക്രീം സാൻഡപ്പ് മുരുകനങ്ങ് പറഞ്ഞു. അപ്പം മാം 2 ബെല്ലടിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ ഐസ്ക്രീം സാൻഡപ്പിന് 2 ബസർ അടിച്ചാണ്. പിന്നെയാണ് മനസ്സിലായത് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കാനുള്ള 2 ബെല്ലടിച്ചാണ്. അപ്പം മാം പറഞ്ഞു ഒരു തൊപ്പിയിടും. അപ്പൊ ഈ തോറ്റവരൊക്കെയാണല്ലേ ഈ തൊപ്പിയിട്ട്. ഞാൻ എന്തിനാ ഇത്തരം വരക്കൊക്കെ കേട്ടിട്ടും ഇങ്ങനൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് വലുതാവുമ്പം വലിയൊരു സിനിമ നടിയാവണം. കൊച്ചു പ്രായത്തിൽ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ സിനിമയില്. എനിക്ക് വലുതാവുമ്പം ഐശ്വര്യ പോലെ ഒരു കിടിലൻ നടിയാവണം. കിട്ടില്ലെന്ന് വിളിച്ചാരെങ്കിലും കേട്ടോ? ആരെ വിളിച്ചില്ലെങ്കിലും ഐശ്വര്യ ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ.